കേശുവേ എന്താ ചായ ഇടാൻ പറ. ഓക്കെ തരാം. അച്ഛൻ എന്ത് വെച്ചാ അച്ഛന് മുഖത്തൊരു വിഷമം? മുഖത്തൊരു വിഷമം വയ്യേ? വയ്യായൊന്നുമില്ലടേ. ഞാൻ ഒരു ആലോചനയിലാണ്. എന്താലോചന? അതെ, അച്ഛൻ്റെ ഈ പണിയില്ലേ, ആ പണി, ഈ ഇലക്ട്രോണിക്സ് വർക്ക് നിർത്തിയാണ് മടുത്തടേ. അച്ഛൻ ഇത് നിർത്തി കഴിഞ്ഞാൽ അച്ഛൻ പിന്നെ എന്തോ ചെയ്യും? അതാണ് ഞാൻ ആലോചിക്കണേ. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കണമെങ്കിൽ ഇത് നിർത്തിയേ പറ്റും. അല്ല, ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാര്യം? ചാടി കയറി എടുത്ത തീരുമാനം ഒന്നല്ല. പടവലത്ത് വെച്ചേ ഞാൻ വിചാരിച്ചു, ഒന്നാമത് ഈ നിന്റെ അമ്മയുടെ ബന്ധുക്കളൊക്കെ കുത്തുവാക്കടായി. ഒരു പണിയും ചെയ്യാതെ കുത്തിയിരിക്കുന്നതിന്റെ മുമ്പ് ഇതൊക്കെ നമ്മൾ കളിയാക്കണം. ഞാൻ നിർത്താൻ പോണ്ടേ, മടുത്തു. അച്ഛാ, ഒരു രീതി പറഞ്ഞ ഈ ജോലി നിർത്തുന്നത് നല്ലതാ. എനിക്ക് ഏതെങ്കിലും ഒരു ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങി അത് നന്നാവായിരിക്കും. പക്ഷെ അച്ഛൻ പെട്ടെന്ന് ഈ ജോലിയൊക്കെ നിർത്താന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കൊരു വിഷമം പോലെ അച്ഛാ. ഇവിടെ ഈ വിഷമമുണ്ട്, ഈ സെന്റിമെന്റ്സാണ് എന്നെ ഇത്രയും നാൾ ഇതിനെ ഞാൻ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നത്. ഇനി അത് ഇന്ന് ശരിയാവില്ലെന്നേ. എന്തെങ്കിലും മാറി ചിന്തിക്കേണ്ട സമയമായി. അച്ഛൻ അമ്മയെടുത്ത് അറിയിച്ചാ? എന്തിനീ അമ്മയെടുത്ത് അറിയിക്കുന്നത്? അമ്മന് ഇതറിയുമ്പോ എന്തൊക്കെ പറയാവോ? അമ്മ എന്ത് പറയാൻ? അമ്മ കൈകൊട്ടി ചിരിച്ചോണ്ടിരിക്കും. കൈകൊട്ടിരിക്കണം എന്തിനടേ? അച്ഛൻ ഈ ജോലി ചെയ്യുന്നത് അമ്മയ്ക്ക് ഒരു ഇഷ്ടമല്ലാതല്ലേ, പിന്നെ അങ്ങനെ കൈകൊട്ടി ചിരിക്കാൻ. ചായ ഇട്ട് തരാൻ പറയാം. ശരി. കളഞ്ഞാലോ ശരിയാവും. പാല്. അച്ഛനോടെ അച്ഛനോടെ ജോലി നിർത്താൻ പോണമ്മേ. എന്നാ ഒന്ന് അമ്മയെ സഹായിക്കാൻ പറ, പെട്ടെന്ന് വരാൻ പറ. അമ്മ അതല്ല, അച്ഛനവിടെ ഇലക്ട്രോണിക്സ് വർക്ക് നിർത്താൻ പോകുന്നു. എന്നും രാവിലെ ഓരോ പുതിയ ചിന്തയായിട്ടാണല്ലോ എഴുന്നേക്കുന്നത്. ഇന്നത്തെ വിഷയം ഇതാണ്, എങ്ങനെ ജോലി നിർത്താം. കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളൂടാ. അമ്മ അതല്ല, അച്ഛൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. ആണോ? നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നാ മതി. മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോ തന്നെ നിർത്തിക്കോളൂ. പക്ഷെ അച്ഛൻ ഇപ്പൊ പറഞ്ഞേട്ടാ നല്ല ഗൗരവത്തിൽ തന്നെ അമ്മ പറഞ്ഞേക്കണ, സീരിയസ് ആയിട്ട് എടുക്കണം. എന്നാ നോക്കിട്ട് വരാം. ബാ വാടാ. ഇതെന്താ ഇത്? എന്താ ഇത്? ഈ നല്ല സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. ബാക്കിയൊക്കെ ആക്രിക്കാരന് കൊടുക്കാം. ടൂൾസിന് നല്ല വില കിട്ടുമെങ്കിൽ അനവാസിനെ വേറെ ആർക്കെങ്കിലും കൊടുക്കാം. ഇതെല്ലാം കൂടി കൊടുത്തിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഞാനേ ഇത് നിർത്തി വേറെ വല്ല പണി ചെയ്യാൻ നോക്കാം. ഇലക്ട്രോണിക്സ് വർക്ക് നിർത്താൻ തന്നെ തീരുമാനിച്ചു. മക്കളെ ഈ പണി മടുത്തറ. ഇതിന് വലിയ ആയുസൊന്നും ഇല്ലെന്നേ. ഒന്നാമത് ഈ സ്പെയർ പാർട്സിനൊക്കെ ഇപ്പം ഗ്യാരണ്ടി ഉണ്ട്. ചീത്തായി കഴിഞ്ഞാൽ നമ്മൾ പണിയും ചെയ്യണ്ട, പുതിയ സാധനം എടുത്ത് മാറ്റി വയ്ക്കും. അതുപോലെ ഇപ്പം കമ്പ്യൂട്ടേഴ്സിൻ്റെ യുഗമല്ലേ, എല്ലാം കമ്പ്യൂട്ടർ വഴിയാണ്. നമുക്ക് അതിനുള്ള ജ്ഞാനമൊന്നുമില്ല. നമ്മൾ വിട്ട് വേറെ പണി നോക്കാൻ പോകണം. ഇതിൽ നിന്നും കൂടെ കിട്ടുന്നുണ്ട് മാസം ഇവിടുത്തെ കാര്യം അഡ്ജസ്റ്റ് ചെയ്ത് പോകണം കേട്ടോ, അത് ഓർമ്മ വേണം. ഇപ്പോഴെങ്കിലും അതിനെ പറ്റി ബോധ്യം വന്നല്ലേ. അച്ഛനെ വർക്ക് നിർത്തി അച്ഛൻ പിന്നെ എന്തോന്ന് ചെയ്യും? എന്ത് വർക്ക് ചെയ്യും? അച്ഛൻ എന്ത് പണി ചെയ്യൂടെ? അച്ഛൻ എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ട്? പെയിന്റിങ് ചെയ്തിട്ടുണ്ട്, പിന്നെ പാറവിടെ പോയിട്ടുണ്ട്, ജോത്സ്യം ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ട്, വൈദ്യം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ അച്ഛൻ ഒരുപാട് പണികൾ അറിയാം. അച്ഛൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് അച്ഛനൊരു ജോലി നോക്കി വെച്ചിട്ട് ഇതൊക്കെ നിർത്താൻ പാടില്ലേ? ജോലി നോക്കി വെച്ചിട്ട് നിർത്താൻ പാടില്ലേ ജോലി? അതൊന്നും ശരിയാവുന്നേ. നമ്മൾ ഈ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വേറെ ഒന്നും നമ്മൾ കാണൂല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പല പ്രാവശ്യം പറഞ്ഞില്ലേ ജോലി നിർത്താൻ. എനിക്കും ഇഷ്ടക്കുറവൊന്നുമില്ല. എല്ലാം കൊടുക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ ഒരു വിഷമം. എടീ, നമ്മളെ കയ്യിലുള്ള സാധനത്തിന്റെ വില ജീവിതത്തിൽ മനസ്സിലാക്കുന്നത് രണ്ട് പ്രാവശ്യം. ഒന്ന് എന്തെങ്കിലും കിട്ടുന്നതിന് മുമ്പ്, രണ്ട് അത് നഷ്ടപ്പെടുന്നതിന് ശേഷം. അത് കറക്റ്റ് പോയിന്റ് അമ്മ. അപ്പൊ നിങ്ങളെല്ലാം കൊടുക്കാൻ തീരുമാനിച്ചാ? ഐശ്വര്യക്കേടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ ഇത് ആഗ്രഹമാണെന്ന്. അങ്ങ് കൊടുക്കാം സ്വസ്ഥത ഇട്ടിട്ട്. നല്ലോണം ആലോചിച്ചിട്ടാണോ ഈ തീരുമാനമൊക്കെ എടുക്കണത്? ആലോചിക്കാൻ കേശു, അല്ലേ, നമുക്ക് അപ്പുറത്ത് ആ ഒരു ചാക്ക് കിടപ്പുണ്ട്. അവിടെ പഴയ കോപ്പറും കുറേ മോട്ടറൊക്കെ കിടപ്പുണ്ട്. എല്ലാം കൂടെ വലിച്ചുവാരി കെട്ടി നമുക്ക് ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാം. ഞാൻ ഇപ്പൊ വരാം. അതെ, ഇത് നെയ്യാറ്റിക്കരയും പടവലത്തും അങ്ങ് ഗൾഫിലൊന്നും വിളിച്ച് വിളമ്പണ്ട. തക്കാളി ആരും അറിയണമെന്ന്. ആദ്യം അതെടുക്കാം. വാ, നമുക്ക് അവിടെ എടുക്കാം. പിന്നെ ഇതൊക്കെ എടുത്ത് ഇടാം. എന്ത് ചിരിക്കണേ? ചിരിക്കണുണ്ടോ? അച്ഛൻ എന്തായാലും ഇനി തീരുമാനം മാറ്റില്ല. ഇനിയിപ്പോ ഇത് ദൈവം തമ്പുരാൻ അറിയുമെന്ന് പറഞ്ഞപ്പോലും മാറ്റില്ല, ഉറപ്പാ.
അച്ഛാ, അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും ജോലി വളരും. അപ്പൊ ഒരു പുതിയ ജോലി നോക്കണം. എന്തോരം മാർഗങ്ങളുള്ള ഒരു വഴി അടഞ്ഞ 9 വഴി തുറക്കും എന്നല്ലേ? അച്ഛാ, അച്ഛൻ്റെ മനസ്സിൽ എന്തെങ്കിലും വർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടോ? വർക്ക് കണ്ടു വെച്ചിട്ടുണ്ടോന്ന്? കണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. തൽക്കാലം പുറത്ത് പറയാനില്ല. ആലോചിച്ചും കണ്ടു ഓരോന്ന് ചെയ്താൽ കൊള്ളാം. അവസാനം ചെന്ന് എവിടെയെങ്കിലും ചാടിയിട്ട് ഒരു കാര്യമില്ല. തുടങ്ങി എന്തെങ്കിലും തുടങ്ങാൻ പോണേ ഉള്ളൂ. അതിന് അവള് തുടങ്ങി. ബാലിച്ചേട്ടാ, ആ ബാലിച്ചേട്ടാ, ആ ശുക്കൂർ വേടാ ചേട്ടാ, ബാലിച്ചേട്ടാ. ആ ശുക്കൂറേ, സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ആഗ്രഹിക്കണവർ കൊടുത്താൽ മതി. പിന്നെ ഈ തുറന്നു നോക്കിയിട്ടുണ്ടായ പോരെ. അല്ല അതുകൊണ്ട് അവിടെ പോയി നോക്കിയാൽ മതി. ടൂൾസിനൊക്കെ നല്ല വില കിട്ടുമെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കണം കൊടുക്കണം. പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാ? നോക്കാം. ശരി, ഞാൻ കാര്യം ചെയ്യാം. ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. ശരി, ഒന്നെടുത്ത് നോക്കല. എന്തായാലും അച്ഛൻ ജോലി നിർത്തി. അപ്പോൾ ജോലി കണ്ടുപിടിക്കണം. അച്ഛനെ പറ്റിയ ജോലി എന്തുണ്ട്? ചോറുണ്ട്, ഉണ്ണാം, ഇരുന്നുണ്ണാം. ആ ഏത് സമയം കിട്ടുന്ന സമയം കളയല്ലേട്ടാ, ആക്കിക്കോണം. ഇരുന്നുണ്ണാന്ന്. ബാക്കിയുള്ള ശിഷ്ടകാലം ഞാൻ ഇരുന്നുണ്ണാന്ന്. അങ്ങനെ ആ അങ്ങനെ. അച്ഛാ, നമുക്കൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങിയില്ല? മൊബൈൽ റീചാർജിങ്ങും മൊബൈൽ സെയിലിങ്ങും അങ്ങനെ. അത് കൊള്ളാം. അത് വേണമെങ്കിൽ ആലോചിക്കാം. നമുക്ക് ജംഗ്ഷനിൽ ഒരു കട എടുക്കുക, കുറച്ച് മൊബൈലൊക്കെ വാങ്ങാം, അതിൻ്റെതായിട്ടുള്ള സാധനങ്ങളും വാങ്ങാം. അത്രയല്ലേ വേണ്ടു? സിമ്പിളാ. ആ ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷെ കയ്യിൽ കാശ് വേണമല്ലോ. അമ്മ വിചാരിച്ചാൽ നടക്കാത്ത കാര്യവും നടക്കൂലോ. എടി, എല്ലാ കാര്യം കൂടെ അമ്മയുടെ കാര്യം തലയെ കൊണ്ടുവന്ന് വെക്കാതെ. അയ്യോ വേണ്ടടേ, നിന്റെ അമ്മേരെ പൈസ ഒന്നും വേണ്ടടേ. ഇവിടെ അത് പറഞ്ഞാലും കാര്യമുണ്ട്. വല്ല നടക്കണമെങ്കിൽ നിന്റെ അമ്മ കനിയണം. അതല്ലേ സത്യം. ഹലോ, ഇവിടെ ആരുമില്ലേ? എന്തായിരുന്നു നിങ്ങളെ? ഇത് റേഡിയോ TV ഒക്കെ നന്നാക്കുന്ന ആളുടെ വീടല്ലേ മക്കളെ? അതെ, എന്താ എനിക്കൊരു റേഡിയോ നന്നാക്കാനുണ്ടായിരുന്നു. ആര്? ഈ അങ്കിളിന് ഒരു റേഡിയോ നന്നാക്കാണ്ടെന്ന്. അയ്യോ ഇല്ല, ഇവിടെ പണിയൊക്കെ നിർത്തി. വേറെ ചേട്ടൻ ഒരു കാര്യം ചെയ്യും, വേറെ എവിടെയും കൊണ്ട് കൊടുക്കണം. ഞാൻ 1-2 സ്ഥലത്ത് പോയി നോക്കി. അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. ആ അല്ല, ഞാൻ നിർത്തി. പണി ഇല്ല, ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ്. പൈസ എത്ര വേണമെന്ന് തരാം. ഇതൊന്നും ആരാക്കി കിട്ടിയാൽ മതിയായിരുന്നു. പൈസ എത്ര ചിലവാക്കിയെങ്കിൽ ഇവിടെ റേഡിയോ കിട്ടും. ഇത് പുറത്താ റേഡിയാ. വേറെ പുതിയത് വാങ്ങിച്ചൂടെ? പുതിയ വാങ്ങിക്കാൻ പറ്റാനില്ല. ഇതെന്റെ അച്ഛൻ്റെ കാലത്ത് എനിക്ക് സമ്മാനം തന്നതാ. ഓ, ഞാനും എൻ്റെ മക്കളും ഒരുപാട് പാട്ട് കേട്ടാ അതിനകത്ത്. അല്ല അപ്പം ചേട്ടൻ പുറത്തു കൊണ്ട് പോ, നന്നാക്ക്. അതാണ് നല്ലത്. അച്ഛാ, പാവം അങ്കിളല്ലേ, ഒന്ന് റെഡിയാക്കി കൊടുത്തത്. പാവല്ല അച്ഛാ, ഒരു പ്രാവശ്യം നോക്ക്. അപ്പൊ ശരിയാക്കി തരാം. ചേട്ടൻ പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് പറഞ്ഞ. ഇപ്പൊ ശരിയാക്കി തരാം. ഇതാണ് കുഴപ്പം. ഞാൻ പണി നിർത്താനുള്ള ഏക കാരണം ഇതാണ്. തന്ന ഉടനെ ഇപ്പൊ ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരാം. ഇതെന്തോന്ന് മിഷനാ? ചേട്ടൻ പോണം, ഞാൻ നന്നാക്കി തരാം. ശരിയെങ്കിലേ അമ്മവാന്റെ കാലത്ത് റേഡിയോ കേട്ടാ. ബാലു, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കേട്ടാ. രൂപയേക്കാൾ മൂല്യമുള്ളതാണ് അതിന്. ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നേ. ബാലു, ശരിയാക്കി കൊടുക്കുമെന്ന്. എപ്പോഴും റേഡിയോ കേൾക്കണല്ലോ എന്ന് ആലോചിക്കണല്ലേ. റേഡിയോക്ക് എപ്പോഴും മാർക്കറ്റാണ്. പഴയത് എപ്പോഴും നല്ലത് തന്നെയല്ലേ. ചായ കുടിക്കട്ടെ. പിന്നെ റെഡിയാക്കുന്നില്ലേ? റെഡിയായി കൊടുക്കട്ടെ. ആദ്യം ചായ കിട്ടുക. പാവം കേട്ടാ, റേഡിയോ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. മക്കളൊക്കെ വിദേശത്ത്. ഞങ്ങൾക്ക് അതുപോലെ പോകട്ടെ എന്നെ ഇട്ടിട്ട് എല്ലാവരും കൂടെ. ഇതൊക്കെ പറയും. അച്ഛാ, അച്ഛാ റേഡിയോ നന്നാക്കുന്നില്ലേ? നന്നാക്കി കൊടുക്കാടേ. ആങ്കിളിപ്പോ വരൂട്ടാച്ചാ. എന്തോ ശല്യം ഇത്. വേണ്ട നോക്കിയപ്പോൾ ഓരോരുത്തർ എടുത്തോണ്ട് വരല്ലേ. പണി നിർത്തിയെന്ന് പറഞ്ഞാൽ ആരും കേൾക്കൂല. ജാമ്പവാന്റെ കാലത്ത് റേഡിയോ നിർത്തിയ പണി തുടങ്ങാന്ന് വെച്ചാ ഇനി പണിയൊന്നുമില്ല. മംഗളം പാടി ഞാൻ അവസാനിപ്പിക്കും. അത്രേ ഉള്ളൂ. ഒരിക്കലും വിചാരിച്ചില്ല ഇത് പിന്നെ ഞാൻ എടുക്കുമെന്ന്. അവസാനമായിട്ട് സൂ ഡ്രൈവർ കഴിഞ്ഞ് തുടർന്നോണ്ടാ. ഭയങ്കര ഇമോഷണലാണ്. കണ്ണ് ചെറുതായിട്ട് നിറയാനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഈ റേഡിയോ എല്ലാം നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ ഡബിൾ ഇമോഷനാവും. അച്ഛൻ വർക്ക് ചെയ്യാ. എല്ലാരും കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ എനിക്ക് പണിയൊന്നും പറ്റൂല. അടിച്ച് പോവാൻ നോക്കാം ഇങ്ങോട്ട്. അല്ല അച്ഛാ, അച്ഛൻ അവസാനമായിട്ട് വർക്ക് ചെയ്യുന്നൊന്ന് കാണാൻ വേണ്ടി ഇരുന്നതാ.
എന്നാ ഞാൻ നാളെ ചത്തു പോകും. അല്ല അതല്ല, അച്ഛൻ ഈ ജോലി മതിയാക്കാൻ പോവല്ലേ, അതുകൊണ്ടാ. ആ ബാറ്ററി ഇല്ല, ബാറ്ററി ഇല്ലാതെയാണ് സങ്കടപ്പെട്ടുകൊണ്ട് വന്നത്. കാട്ടേക്കില്ല പാട്ടേക്കില്ല എന്നുള്ളത് ഇത് ചെയ്യുമെന്ന് പറ. ഇതൊക്കെ വിട്ട് കിടക്കുകയാണ്. ആ പുതിയതായിട്ട് വാങ്ങിച്ചിരിക്കുന്ന ബാറ്ററിയാണ്, 100 രൂപയാണ്. ഇട്ട് കൊടുക്കല്ലേ? ഇട്ട് കൊടുക്കച്ചാ, പൈസ കിട്ടും. രണ്ടെണ്ണം മതി. പണിയാ റെഡി ആണല്ലോ അച്ഛാ. മോഹനവയൗവനം നീലമലർമിഴിത്തൂലിക കൊണ്ടെത്ര നിർമ്മല മന്ത്രങ്ങൾ നീ എഴുതി. മറക്കുകയില്ല മറക്കുകയില്ല ഈ ഗാനം നമ്മൾ മറക്കുകയില്ല. പാടും പാട്ട് കേട്ട് റെഡി നന്നാക്കി. ഒരുപാട് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. പുതിയ ബാറ്ററി ഒക്കെ വാങ്ങിച്ചിട്ട് ഒരുപാട് നമ്മൾ ഈ ഇത് സോൾഡർ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചൊക്കെയാണ്. വളരെ സന്തോഷമുണ്ട്. എത്ര പൈസ? പൈസ എന്താ ചേട്ടൻ്റെ ആഗ്രഹം സാധിച്ചല്ല. പൈസ ഉണ്ട്, ചേട്ടൻ കൊണ്ടുപോയി. സന്തോഷത്തിന് എല്ലാം ഒറ്റപ്പെടുന്ന ജീവിതത്തിൽ ചേട്ടൻ ഇതൊരു കൂട്ടായിരിക്കുമല്ലോ അല്ലേ? കൊണ്ടുപോയി പാട്ട് കേൾക്കണം. നന്നായി വരട്ടെ. ഈ ജോലി ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ ദൈവം ഇടവരുത്തട്ടെ. ശരി ശരി. പാട്ട് കേട്ടു ഞാൻ വിചാരിച്ചില്ല ചേട്ടാ. ഞാനും ഇത്ര നാളെ റേഡിയോ നന്നാക്കിയിട്ട്. അല്ല റേഡിയോ നന്നാക്കിയിട്ട് ഒരുപാട് നാളായില്ലേ? അത് നന്നാക്കിട്ട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് നന്നായെന്ന് പറയാം അല്ലേ? അങ്ങനെ പറയാം. ബാലു, അങ്ങേര് പറഞ്ഞിട്ട് പോയ ആ വാക്കുകളുണ്ടല്ലോ, ഹൃദയത്തിന്റെ അടിത്തട്ടിന്ന് വന്നതാ. ഇനി ചിലപ്പോ പണയത്തെ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എന്തിനടി ലക്ഷങ്ങള്? അയാളെ ഓരോ വാക്കിന് കോടിയുള്ളവരുണ്ട്, കോടിയുള്ളവല. അച്ഛനപ്പോ പണി നിർത്തുന്നതിന് തീരുമാനിച്ചാ? അല്ല ശുക്രങ്ങൾ ഇപ്പൊ വരുമോ? ഇപ്പം വരുമായിരിക്കും. അയ്യോ, പണി നിർത്തുന്നു വിചാരിച്ച് ഇത് കിട്ടണ വിലക്കൊന്നും എടുത്ത് കൊടുക്കല്ലേട്ടാ. പ്രത്യേകിച്ച് ടൂൾസ് ആൾക്കാർ ഇങ്ങോട്ട് വാങ്ങാൻ വന്നാൽ മാത്രം കൊടുത്താൽ മതി. ഇല്ലെങ്കിലേ അവര് വില ഇടിച്ച് താഴ്ത്തിക്കളെ. അച്ഛാ സാധനങ്ങൾക്ക് കൊടുക്കാൻ പോകുമ്പോ എന്നെ കൂടി കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ ഒരു കാര്യം പറയട്ടെ, എടി ഇതൊരു നിമിത്തമാണെങ്കിലാ, ദൈവമായിട്ട് ഇയാളെ ഇങ്ങോട്ട് അയച്ചാണെങ്കിലാ വീണ്ടും ഞാൻ പണി തുടങ്ങാൻ വേണ്ടി. ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അയാൾ പറഞ്ഞില്ലേ, ഉറപ്പാണ്. അതുകൊണ്ട് കാര്യം ചെയ്യാം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണ്ട, അതുകൊണ്ട് പണി തുടരേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങേര് പൈസ വാങ്ങിക്കാതുകൊണ്ട് സൂചിപ്പിച്ചതായിരിക്കുള്ളൂ. എനിക്ക് പണിയാണ്, ഞാൻ ഇവിടെ പണിയാതെ ഇവിടെ കുത്തിയിരിക്കാം. നിന്റെ പറയുന്നത് കൈ നീട്ടാ പിച്ചക്കാറ്റിന് വേണ്ടി. എനിക്ക് ഞാൻ പണിയണം ഇഷ്ടമല്ല, നിങ്ങൾ പറഞ്ഞാൽ പോരെ. പണിയാണ് ലക്ഷങ്ങളെ കോടികളെ കിട്ടുന്നത് എനിക്ക് പ്രശ്നമില്ല. എനിക്ക് അറിയാവുന്ന പണി ഞാൻ ജീവിക്കും. അതാ അവസരേ ഇതേ കാണുകൂടെ കഞ്ഞുകൂടി ജീവിക്കാം. ഇതെല്ലാം രാവിലെ ഞാൻ പറഞ്ഞേ മാറ്റുമെന്ന്. ഓ രാവിലത്തെ ചിന്താ വിഷയം ഉത്തരം പോലെ